ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുക്കറിനകത്ത് കുഴച്ച് എടുക്കുന്ന രീതിയിൽ ഒരു അവിയൽ വയ്ക്കാം. അതിന് ചേരേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണാമല്ലോ. പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ട. അത് പ്രത്യേകം നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ മനസ്സിലാക്കേണ്ട വിധത്തിൽ മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ അവിയൽ വയ്ക്കാനായിട്ട് നമുക്കൊരു കുക്കർ എടുക്കണം. കുക്കറിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിൻ്റെ അടിയിലായിട്ട് ചേന ഇടണം. ചേന അങ്ങനെ ഇടുന്നതെന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ചൊറിയും, അല്ലെങ്കിൽ ചിലപ്പോൾ വേകാൻ താമസം ഉണ്ടാകും. അതൊക്കെ കൊണ്ടാണ്. പിന്നെ അതിന് ശേഷം ഓരോന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. രണ്ടാമത് കിഴങ്ങാണ് നമ്മളിട്ടത്. കിഴങ്ങിന് വലിയ വേവൊന്നുമില്ല, എന്നാൽ കിഴങ്ങിട്ട് അതിന് ശേഷം വെള്ളരിക്കായും കുമ്പളങ്ങായും ഒക്കെ അരിഞ്ഞത് കുറച്ച്, ഒത്തിരി ഒന്നും വേണ്ട, വെള്ളമായി പോകും അതിൻ്റെ പേരിൽ. പിന്നെ നമുക്ക് പിടിപ്പയർ കുറച്ച് അരിഞ്ഞത് അതിൻ്റെ മണ്ടയ്ക്കിടണം. പിന്നെ നല്ലോണം എരിവുള്ള 3-4 പച്ചമുളക്, അത് നമ്മൾ ഉള്ളൊന്ന് പൊട്ടിച്ചിട്ട് വേണം ഇടാം. പിന്നെ അതിൻ്റെ പുറത്ത് കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് ഇടുക. ആ ക്യാരറ്റ് അരിഞ്ഞതിന് ശേഷം ക്യാരറ്റിൻ്റെ നീളമൊക്കെ കണ്ടോ, എല്ലാം ഞാൻ ഒരേ രീതിയിലാണ്. അതിന് ശേഷം കുറച്ച് മത്തങ്ങായും ഇട്ടിട്ടുണ്ട്. പിന്നെ മത്തങ്ങ 2 സൈസ് ഉണ്ടായിരുന്നു. വെള്ള മത്തങ്ങ ഉണ്ടായിരുന്നു, മഞ്ഞ ഉണ്ടായിരുന്നു. അതാണ് 2 കളർ വന്നത്. അതെല്ലാം കൂടെ ഇട്ട് അത് കാണാൻ തന്നെ ഒരു ക്യൂട്ടില്ലേ. എല്ലാം കൂടെ ഞാനൊന്ന് പുരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ പച്ചമുളകൊക്കെ മേളി വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഞാനൊന്ന് ഒരു കഷ്ണം നല്ല പുളി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. ഇത് ജീരകം, മഞ്ഞൾപ്പൊടി, കൊച്ചുള്ളി ഇത്രയും കൂടെ ചേർത്ത് തേങ്ങായുമായിട്ട് നമ്മൾ ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുക്കറി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതാ നോക്കിയാൽ എല്ലാ കഷ്ണങ്ങളും നല്ല വൃത്തിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ അതിൻ്റെ മണ്ടക്കോട്ട് ഇടാം. ഇട്ടതിന് ശേഷം നല്ല ഒരു പിടി കറിവേപ്പില നമ്മൾ അതിൻ്റെ പുറത്ത് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതൊന്ന് ആവി കയറ്റാൻ വെച്ച് ആവി കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞാനതൊന്ന് ഇളക്കിയിട്ടുണ്ട്. ഇളക്കിയപ്പോൾ കണ്ടോ നല്ല കുഴഞ്ഞ്, ആദ്യമേ കണ്ട കഷ്ണങ്ങളെല്ലാം വെന്ത് കുഴഞ്ഞ്, അതായത് കപ്പ കുഴയ്ക്കുന്ന പോലെ, കാച്ചിലും ചേനയൊക്കെ കുഴയ്ക്കുന്നത് പോലെ, അതായത് ശകലം പോലും വെള്ളമില്ലാതെ കുഴച്ച് എടുത്തിട്ടുണ്ട്. ഇതിന് ചേർത്ത് എന്തൊക്കെയാണെന്നറിയാമല്ലോ. പുളി ഞാൻ അതിൻ്റെ കൂടെ ഇടുമായിരുന്നു, തക്കാളിക്ക ചേർത്തിട്ടില്ല. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതിനകത്ത് പിന്നെന്തുവാ, പച്ച വെളിച്ചെണ്ണ ഒഴിക്കും നമ്മൾ. അത് എല്ലാ അവിയല്ലാതെ നമ്മൾ ഒഴിക്കും. എങ്കിലും ഈ കുഴയാവുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് കപ്പയൊക്കെ കഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ മീൻകറിയോ അല്ലെങ്കിൽ ഇറച്ചിക്കറിയോ ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റും. ഞാൻ വീണ്ടും അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അവിയൽ വയ്ക്കാം. അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ എല്ലാ രീതിയിലും അവിയൽ കഞ്ഞിയുടെ കുഴയൊക്കെ കടിയായിട്ട് വരുന്നവരെ ഇത് പച്ചക്കറികളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു അവിയൽ വയ്ക്കാം. അതായത് കിഴങ്ങ്, ചേന, പടവലങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, മത്തങ്ങ, പയർ, എല്ലാ സംഭവങ്ങളും കൂടെ ഉൾക്കൊള്ളിച്ച് രസം വെക്കുന്നു. നമുക്കാണ് തരുമല്ലോ കൂടി.